നിയമസഭ പ്രക്ഷുബ്ധമാക്കിയ പ്രതിപക്ഷത്തിന്റെ കള്ളക്കളി പുറത്ത് രാഹുൽ ഗാന്ധിയെ വെടിവെക്കുമെന്ന് ബിജെപി നേതാവ് പ്രിഞ്ചു മഹാദേവന്റെ ചാനൽ ചർച്ചയിലെ പരാമർശത്തിനെതിരെ സർക്കാർ നടപടിയെടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. എന്നാൽ പരാതി നൽകിയ ദിവസം തന്നെ കേസെടുത്തിട്ടും പരാതിക്കാരന് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ല എന്ന് പോലീസിനെ അറിയിച്ചത് മറച്ചുവെച്ചായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷം കോലാഹലം സൃഷ്ടിച്ചത്. പരാതി ലഭിച്ച ഉടൻ തന്നെ കേസിൽ തുടർ നടപടി പോലീസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായ അടിയന്തര പ്രമേയത്തിൽ വെട്ടിലാകുന്ന പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയെ വെടിവെക്കണമെന്ന ബിജെപി നേതാവ് പ്രിഞ്ചു മഹാദേവന്റെ ചാനൽ ചർച്ചയിലെ പരാമർശമുയർത്തിയാണ് ഇന്ന് സഭയിലെത്തിയത്. ചാനൽ ചർച്ചയിലെ വിഷയം അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ലാത്തതിനാൽ അവതാരകന് സബ്മിഷനായി വിഷയം അനുവദിക്കാൻ മാത്രമേ സഭയ്ക്ക് സാധിക്കൂവെന്ന് സ്പീക്കർ നിലപാടെടുത്തു. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ വിവാദ പരാമർശം നടത്തിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാത്തതിനെ സംബന്ധിച്ചാണ്. നടപടികൾ നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഉപക്ഷേപം അവതരിപ്പിക്കാൻ തക്ക പ്രാധാന്യമോ പ്രാധാന്യമോ അടിയന്തര സ്വഭാവമോ ഇക്കാര്യത്തിലുള്ളതായി കാണാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. എന്നിരുന്നാലും നോട്ടീസ് നൽകിയ ബഹുമാനപ്പെട്ട അംഗം ശ്രീ സണ്ണി ജോസഫിന് ഇക്കാര്യം ഇന്ന ദിവസത്തെ ആദ്യ സബ്മിഷനായി ഉന്നയിക്കാവുന്നതാണ്. ഓർഡർ സർക്കാർ അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായും ഇതിന് സ്പീക്കർ കൂട്ടുനിൽക്കുന്നതായും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സാർ, അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. സാർ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷനെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നും. പക്ഷെ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം ഒരു TV ചർച്ചക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ? തുടർന്ന് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. വളരെ ഗൗരവമേറിയ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനും പ്രതിപക്ഷം ശ്രമിച്ചു. സഭ മറ്റു നടപടികളിലേക്ക് ഇതേ തുടർന്ന് കടക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷത്തിന്റെ കള്ളക്കളി പൊളിക്കുന്ന കാര്യങ്ങൾ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയത്. പ്രതിപക്ഷം ഇവിടെ എരമ്പിക്കേറി വന്നില്ലേ? 26-ാം തീയതി ടെലിവിഷൻ ചർച്ചയിൽ മടമ്പെട്ട് 27-ാം തീയതി 28-ാം തീയതി 29-ാം തീയതി കേരളത്തിന്റെ ഒരു തെരുവിൽ പോലും ഒരു ചെറിയ പ്രകടനം പോലും നടത്താതിരിക്കുന്ന ആളുകൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി വരുന്നത് എത്രമാത്രം പ്രതിഷേധാർഹമാണ് എന്ന് കാണേണ്ടതുണ്ട്. എന്തേ നിങ്ങൾ 29 അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല? എന്തേ നിങ്ങൾ സബ്മിഷൻ പോലും കൊണ്ടുവന്നില്ല? നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ BJPക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്തേ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്ത് കൊണ്ടുവന്നില്ല? അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെയല്ലേ തെളിയിക്കുന്നത്? 26-ാം തീയതി നടന്ന സംഭവത്തിൽ 29-ാം തീയതി വരെ കോൺഗ്രസ് പരാതി നൽകിയിട്ടില്ലെന്നും പരാതി നൽകിയതുപോലും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിഭ വിഷയത്തിൽ നിങ്ങൾ പരാതി നൽകുന്നില്ലേ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി MP രാജേഷും ചൂണ്ടിക്കാട്ടി. അതിനടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പരാതിക്കാരനെ ബന്ധപ്പെട്ടു. പക്ഷേ പരാതിക്കാരന്റെ മറുപടി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനുള്ള മനോവിഷമത്തിൽ പരാതി തന്നതാണ്. തുടർ നടപടികൾക്കൊന്നും താല്പര്യമില്ല എന്നാണ് അറിയിച്ചത്. ഇന്ന് പ്രതിപക്ഷം ഈ പ്രശ്നം ഉന്നയിച്ച് ഒരു നാടകമാണ് സഭയിൽ നടത്തിയത്. ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിന്റെ കള്ളക്കളി ഭരണപക്ഷ മന്ത്രിമാർ തന്നെ പൊളിച്ചു കൊടുക്കുന്നതാണ് ഇന്ന് കണ്ടത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ പിരിഞ്ഞു. ഇനി ഒക്ടോബർ 6-ാം തീയതിയാണ് സഭ ചേരുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.